നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ, നാഷണൽ ലീഗിന്റെ അഭിവാദ്യങ്ങൾ നടത്തിയിടുന്ന റാത്തല്ല എപിസായിന്റെ മൂന്നാമത് കേരള യാത്ര വൈലത്തൂരിൽ വരികയാണ്. മാർക്സിസ്റ്റിന്റെ പ്രവർത്തകരുണ്ട്, സജീവാണ്. CPM-ന്റെ സജീവ പ്രവർത്തകർ. കുട്ടിപ്പ എന്താ പറയാനുള്ളത്? മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമുക്കറിയാം, നമ്മളെ കേരളത്തിനകത്ത് വളരെ സമകാലികമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഥ വരുന്നത്. അപ്പോൾ ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനാണ് മുൻപത്തെ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം വെച്ചത്. ഞാൻ പിടിക്കാൻ കിട്ടില്ല. മക്കളെ റാത്തല്ല കേരള യാത്ര എപിസായിന്റെ മൂന്നാമത് കേരള യാത്രയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊന്മുണ്ടം മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളുണ്ട്. ഇവിടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മാഷ എപിസായിന്റെ കേരള യാത്ര മൂന്നാമത് കേരള യാത്രകൾ എന്താ പറയാനുള്ളത്? കേരളത്തിന്റെ ചരിത്രത്തിന് ഒരു വലിയ സംഭവമായിട്ട് മാറുകയാണ്. മാനവികതയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ യാത്ര ഒരുപക്ഷെ കേരളത്തിൽ ഇതുപോലെ ഒരു യാത്ര മറ്റൊരു സാമുദായിക നേതാവ് നടത്തിയിട്ടില്ല. എല്ലാതരം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ യാത്ര തീർച്ചയായിട്ടും കേരളത്തിന് നാളെ ചരിത്രത്തിൽ രേഖപ്പെടും. 85-402 കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രക്ക് ലീഗ് കമ്മിറ്റി നൽകിയ സ്വീകരണം. പ്രിയപ്പെട്ടവരെ, കൊച്ചുവാണ്. ഹേ മനുഷ്യരെ, യാ അയ്യോഹന്നാസ് എന്ന സംബോധനയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. മുഴുവൻ മനുഷ്യരിലേക്കുമാണത്. ആ ആശയങ്ങളുടെ വിവരം തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നായകനായും സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളും പേരോട് ഉസ്താദും
ഉപനായകരായും നടത്തുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിലും നടക്കുന്നത്. ജനുവരി 1 കാസർഗോഡ് നിന്ന് തുടങ്ങി 16 തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ യാത്ര ഒതുക്കങ്ങളിലെത്തിയപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ സ്വീകരണമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. ജനബാഹുല്യത്തോടെ ഒതുക്കുങ്ങലിൽ നിന്നും കടന്നുപോയ യാത്രക്ക് സ്വീകരണം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തട്ടെ. കേരളയാത്ര തുടരട്ടെ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ മുസ്ലിം ലീഗിൻ അഭിവാദ്യങ്ങൾ. കേരളയാത്രക്ക് അഭിവാദ്യങ്ങൾ. കേരളയാത്രക്ക് അഭിവാദ്യങ്ങൾ. മുസ്ലിം ലീഗിൻ അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. കുട്ടിപ്പ എന്താ പറയാനുള്ളേ? നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമുക്കറിയാം, നമ്മളെ കേരളത്തിനകത്ത് വളരെ സമകാലികമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഥ വരുന്നത്. അപ്പോൾ ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനാണ് മുൻപത്തെ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം വരുന്നത്. ഞാൻ വിളിക്കാൻ കിട്ടില്ല.